CPIM ജില്ലാ സമ്മേളനത്തിന് കൊല്ലം കൊട്ടിയത്ത് കൊടിയുയർന്നു. ഏരിയ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് പാർട്ടി ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നത്. മൂന്നാം തവണയും അധികാര തുടർച്ച, ഒപ്പം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം. ഇതിനായി സംഘടനയെ സജ്ജമാക്കുന്ന ചർച്ചകളാണ് സമ്മേളനത്തിന്റെ അജണ്ട. അതേസമയം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതടക്കം നീറുന്ന പ്രശ്നങ്ങളും സമ്മേളനങ്ങളിലെ ചൂടേറിയ ചർച്ചയാകും. മാർച്ചിൽ കൊല്ലത്ത് തന്നെയാണ് സംസ്ഥാന സമ്മേളനം. കൊടികുത്തിയ വിഭാഗീയതയുടെ ഇരുണ്ടകാലം പിന്നിട്ടു. തുടർഭരണമെന്ന സ്വപ്നനേട്ടം സ്വന്തമാക്കി. ഈ ആത്മവിശ്വാസ കൊടുമുടിയിലേറിയാണ് CPIM സമ്മേളനങ്ങളിലേക്ക് നീങ്ങിയത്. എന്നാൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലേക്ക് എത്തിയപ്പോൾ തന്നെ കഥ മാറി. പാർട്ടിയുടെ ഇരുമ്പുമറ ഭേദിച്ച് തർക്കങ്ങൾ തെരുവിലെത്തി. സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയരേണ്ട കൊല്ലത്ത് പാർട്ടി കോട്ടയായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ തർക്കങ്ങൾ സമ്മേളനത്തിനിടെ കയ്യാങ്കളി വരെ എത്തി. അപകടം മണത്തറിഞ്ഞ സംസ്ഥാന നേതൃത്വം ഉടനടി ഇടപെട്ടു. സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൊടുക്കുന്ന അസാധാരണ നടപടി. കൊല്ലത്തെ കനൽ കെടുത്താൻ നോക്കുമ്പോൾ ആലപ്പുഴയിലും പാലക്കാട്ടും തിരുവനന്തപുരത്തും പുകഞ്ഞ പ്രശ്നങ്ങളും ആളിക്കത്താൻ തുടങ്ങി. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടർച്ച ജില്ലാ സമ്മേളനങ്ങളിലും പ്രതിഫലിക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം. ആശയഭിന്നതയ്ക്കപ്പുറം താഴേക്കിടയിൽ പോലും വ്യക്തികൾ അധികാര കേന്ദ്രങ്ങളായി മാറിയതാണ് പുതിയ വെല്ലുവിളി. തുടർഭരണമുണ്ടാക്കിയ ആലസ്യം നന്നായുണ്ടെന്ന് നേതൃത്വം അന്നേ തിരിച്ചറിഞ്ഞതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഗ്രാഫ് താഴ്ന്നുപോയെന്ന് കീഴ്ഘടകങ്ങൾ മുതൽ ഉയർന്നു കേട്ട വിമർശനവും. ജില്ലാ സമ്മേളനങ്ങളിലേക്കെത്തുമ്പോൾ ഇതിന്റെ മൂർച്ച കൂടിയേക്കും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയാകും. PV അൻവർ, P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും പ്രതിനിധികൾ ഉന്നയിച്ചേക്കാം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് പാർട്ടിയെ സജ്ജമാക്കേണ്ട ചുമതലയാണ് ഇത്തവണത്തെ സമ്മേളനങ്ങൾക്ക്. അതിന് അടിമുടി തിരുത്തലുകൾ വേണം. അത് എത്രത്തോളം നടക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.